വേണിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം കാണുകയാണ്. അപ്പോൾ മലയാള സിനിമയിലെ ഒരു സൂപ്പർ പ്രൊഡ്യൂസർ, സൂപ്പർ സ്റ്റാർ പരിവേഷമുള്ള പറ്റൂല, ഞാനങ്ങനെ പറയും. കാരണം തൊട്ട സിനിമകളൊക്കെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തി പോയ സിനിമകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷമുള്ള നിർമ്മാതാവെന്ന് വേണു കുന്നപ്പള്ളിയെ പറയാം. അപ്പോൾ എനിക്കിപ്പോൾ വേണിച്ചേട്ടൻ ഇപ്പം എന്നോട് സംസാരിക്കുന്ന സമയത്ത് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടക്കുകയാണ്. വിവാദം സിനിമയുമായും ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതല്ല, ഇൻഡസ്ട്രിയിലെ ഒരാളും ഒരു നടിയും തമ്മിലുള്ള ഒരു കേസിൻ്റെ വിധി വന്നു. ദിലീപിൻ്റെ കേസാണ്, മറ്റേ പേര് നമുക്ക് പറയാൻ പാടില്ല. അപ്പോൾ ദിലീപിൻ്റെ കേസിൻ്റെ വിധി വന്ന് അതേ തുടർന്ന് ചർച്ചകൾ നടക്കുകയാണ്. വേണിച്ചേട്ടൻ ഈ കേസിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ഈ കേസ് നടന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 8 വർഷത്തോളമല്ല. അപ്പോൾ ആദ്യം തുടങ്ങി ഈ കേസ്, ഞാനിവിടെ നാട്ടിലില്ലാത്ത ഒരാളാണെങ്കിലും സ്ഥിരമായിട്ട് ഇതിൻ്റെ ന്യൂസുകൾ നമ്മൾ ടി വിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും യൂട്യൂബിലും ബാക്കിയെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചക്ക് മുന്നായിട്ട്, ഏകദേശം ഒരാഴ്ചക്ക് മുന്നായിട്ട് ഇതിൻ്റെ വിധിയും വന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പ്രതീക്ഷ വിധി തന്നെയാണ് വന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതികളും ഒരു 100% എല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും ആരും വിശ്വസിക്കണില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അല്ല, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട് ജുഡീഷ്യറിയിൽ ഒരു 40% കറപ്റ്റഡ് ആയിട്ട്. അതെ, അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കുമല്ലോ, ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കൈകടത്തൽ നടത്തി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ തിരിമറി നടക്കാം എന്ന ഒരു 1% പോലും ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാം. മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെയൊക്കെ ഉള്ള ന്യൂസുകൾ വന്നാക്കണമുണ്ട്. നമുക്കറിയാവുന്നതാണ്. സുപ്രീം കോടതി തുടങ്ങി നമ്മൾക്ക് വളരെ വിവാദമായ പല പല കേസുകൾ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഈ വന്ന കോടതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവർ അത്ര പെർഫെക്റ്റായിട്ട് ചെയ്യുമെന്ന് എനിക്ക്, അതെ, പേര് ഞാൻ പറയണില്ല, 100% ഉറപ്പായിരുന്നു. പ്രത്യേകിച്ച് അവരിത് കഴിഞ്ഞാൽ നേരെ ഹൈക്കോടതിയിൽ പോകാനുള്ളതാണ്. അപ്പോൾ അവർ ഏതെങ്കിലും രീതിയിൽ ഒരു നീതിപൂർവമല്ലാത്ത ഒരു വിധി വരികയും, ഇപ്പം ഈ പറയണ ഇതിൻ്റെ ദിലീപ് അപ്പീലായി കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് വരികയും ചെയ്യുന്ന സമയത്ത് ഹൈക്കോടതിയിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. അതെ. അപ്പോൾ അത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, നമ്മളിപ്പോൾ ജഡ്ജസ് ആണെന്നുണ്ടെങ്കിലും അവരുടെയും നമ്മൾ എത്രയോ ഇതിന് മുന്നുള്ള വിധികൾ നമ്മൾ കാണുകയും ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ സ്വഭാവവും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ബെഞ്ചിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകണമെന്നൊക്കെ ഒരു ധാരണയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു ഫെയർ ആയിട്ടുള്ള വിധിയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കത് പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് പോയിട്ട് അന്വേഷണം നടത്താനുള്ള ആവശ്യമില്ല, നമുക്ക് അതിനുള്ളൊരു സാഹചര്യമില്ല. അതെ. അപ്പം നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യം ആയതുകൊണ്ട് ഇവിടെ അതിനൊരു സിസ്റ്റം ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന CBI എന്തെങ്കിലുമൊക്കെ പല ഇതുണ്ട്, ക്രൈം ബ്രാഞ്ച്, അങ്ങനെ ഇതുണ്ട്. അപ്പോൾ അന്വേഷണം നടത്തുക, അത് മാത്രമാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ സിനിമയെ കാണുന്ന പോലെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ഒന്നും നമ്മുടെ നാട്ടിൽ പ്രാക്ടിക്കലല്ല. അപ്പോൾ അങ്ങനെ വളരെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ തന്നെയാണ് വെച്ചാക്കണമെന്നാണ് നമ്മുടെ അറിവ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ തന്നെ പോലീസുകാർ ഉദ്യോഗസ്ഥരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് കോടതിയിൽ ജഡ്ജിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് പോലീസിന് സാധിക്കില്ല. അതിനാണ് പ്രോസിക്യൂട്ടേഴ്സിനെ ഗവൺമെൻറ് തന്നെ വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു വലിയൊരു കേസായതുകൊണ്ട് ഗവൺമെൻറ് വെച്ചാക്കണത് അങ്ങനത്തെ ഒരു നല്ലൊരു പ്രോസിക്യൂട്ടറാണ്. പിന്നെ അതേപോലെ 2 പേര് ഓടിപ്പോയി അതിനു മുമ്പ്. അല്ല, ഓടിപ്പോയത് ഞാൻ മനസ്സിലാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേസിൻ്റെ ഒരു മെറിറ്റൊക്കെ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ സുനിൽ ഒരു നല്ല വക്കീലാണ്, ഇത് അത്ര അധികം പേരെടുത്ത നല്ല ഇത് ചെയ്താക്കണ ഒരു ഇതാണ്. നിങ്ങളപ്പോൾ ഒരു പ്രോസിക്യൂട്ടറായിട്ട് നമ്മൾ അപ്പോയിൻ്റ് അല്ലെങ്കിൽ പോലും ഒരു കേസ് നിങ്ങളുടെ അടുത്ത് വരികയാണ്, നിങ്ങൾ ആ കേസിൻ്റെ മെറിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് തോക്കാൻ സാധ്യതയുള്ളൊരു കേസാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൈസ മാത്രമല്ലല്ലോ, നമ്മുടെ ഒരു ഇങ്ങനത്തെ ഒരു ഈ പറയണ ഇതിൽ എപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയവും നിങ്ങൾ അതെ. അപ്പം നിങ്ങളൊരു നല്ല വക്കീലാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പൈസയും വിജയവും നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങളത് അതേപോലത്തെ ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുക. അത് ബുദ്ധിമാന്മാരായ ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നണത്, എനിക്കറിയില്ല, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, മിക്കവാറും അതായിരിക്കാം കേസിൻ്റെ ഒരു ഈ പറയുന്ന സീനിയർ ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഒരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ നിമിഷം അറിയാൻ പറ്റും ഇത് കേസിൽ എന്തെങ്കിലും ഉണ്ടായില്ലെന്ന്. അപ്പോൾ അനാവശ്യമായിട്ട് ഒരു തോൽവി മേടിച്ച് വെക്കണം എന്തിനാണ്? എൻ്റെ ഒരു ഇതിൽ ഒരു കരിയറിനെ ബാധിക്കുന്ന തരത്തിൽ. അതെ, കരിയറിനെ ബാധിക്കാനാണ്. പിന്നെ അവരുടെ ജൂനിയേഴ്സും എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അവർ തന്നെ ചിലപ്പോൾ പറയുമല്ലോ, സാർ എന്തിനാണ് ഇത് എടുത്ത് വെച്ചാൽ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പോയേക്കണം, അല്ലാതെ നമുക്ക് എന്താണ് കാര്യമെന്ന് അറിയില്ല. പിന്നെ ഈ കോടതിനെ പറ്റിയൊക്കെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും എല്ലാം ചെന്ന് കഴിഞ്ഞിട്ട് അത് റിജക്ട് ചെയ്ത് ഇത് മാറ്റണമെന്ന് അവിടെ ഇരിക്കണ ഈ പറയുന്ന ജീവിതം തന്നെ പോയി ഈ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് ഇവരോട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് അവരിൽ ഇല്ലെങ്കിൽ തന്നെ ഈ ഇവിടെ നിന്ന് റിട്ടയർ ചെയ്താക്കണ വളരെ ഫേമസ് ആയിട്ടുള്ള
ജഡ്ജസും അവരുടെ പല ചാനലുകളിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഇവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരേക്കാൾ കൂടുതൽ വളരെയധികം കാലിബറുള്ള സത്യസന്ധമായ ഒരു ജഡ്ജാണ്. അപ്പം നമ്മൾ ആ കോടതിനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമുക്കിത് ഈ പറയുന്ന ന്യൂസുകളിൽ കൂടി കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ജഡ്ജിനെ നേരിട്ട് കാണുകയോ അവരുടെ എന്തെങ്കിലും ഒരു കോടതി പോകേണ്ടതെന്ന് ആവശ്യം വന്നിട്ടില്ല, നമുക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന ന്യൂസുകളിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു നല്ല വ്യക്തിത്വമുള്ള ഒരു ജഡ്ജാണെന്നും അവരുടെ ആ കോടതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് മാത്രം വരുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രോസിക്യൂട്ടേഴ്സ് പോയത് ചിലപ്പോൾ അതായിരിക്കാം, അസംഷനാണ്, നമുക്കറിയില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇതിൽ ഇതിൻ്റെ കൂടെ ചെയ്താക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനേലൊക്കെ നല്ല ആൾക്കാർ വേണമെങ്കിൽ കിട്ടാം. നമുക്ക് തന്നെ അറിയാമല്ലോ, നാട്ടിൽ ചില ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് വലിയ വലിയ വക്കീലുകളെ കൊണ്ടുവന്നെല്ലാം വാദിക്കണം എത്രയോ ഇതുണ്ട്, കേസുകളുണ്ട്, നമുക്കറിയാവുന്ന കേസ് ഞാൻ എടുത്ത് പറയണില്ല. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് അങ്ങനത്തെ ഇതിന് വെച്ചില്ല? അതിനൊരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ, സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ വെച്ചില്ല. ഇപ്പം ഈ ഉള്ള ആൾ മോശമെന്നൊന്നും ഞാൻ പറയണില്ല, എങ്കിൽ പോലും നമുക്കറിയാമല്ലോ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ എവിടെയെങ്കിലും ഇരുന്ന് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 24 മണിക്കൂറിൽ ഒരു മിനിറ്റ് അതിന് മാറ്റി വെക്കാനായിട്ട് സമയമില്ല. അവർ അത്ര തിരക്കാണ്. 100 കേസ് ഉണ്ടാവും. അപ്പം നാളൊരു കേസ് കോടതിയിൽ വരികയാണെങ്കിൽ തലേന്നിരുന്ന് പഠിക്കണം. ഇതിന് വേറെ ചിലപ്പോൾ പല കോടതികളിൽ നിന്ന് വന്നാക്കണ ജഡ്ജ്മെൻറ്റിൽ നിന്ന് വായിക്കണം, ഇങ്ങനെയുള്ള ഇത് ചെയ്യണം. അപ്പോൾ ഇവർക്കൊന്നും സമയമില്ല. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ട്, ഇവർ ചാനലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അഡ്വക്കേറ്റാണ്, പേര് പറയുമ്പോൾ അഡ്വക്കേറ്റ് ചാനലിലാണ്. അതെ. അപ്പോൾ അവരൊക്കെ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുമായിരിക്കും. അല്ല വേണിച്ചേട്ടാ, ഇതിനകത്തിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഒരു ചോദ്യം ചോദിക്കാം. ദിലീപ് എന്ന് പറയുന്ന നടൻ മലയാള സിനിമയുടെ സമസ്ത മേഖലകളും നിയന്ത്രിച്ചിരുന്ന ഒരാളാണ്. ദിലീപിൻ്റെ പതനം ആഗ്രഹിച്ച ആരൊക്കെയോ ചേർന്ന് ഉണ്ടാക്കിയെടുത്തൊരു കേസാണെന്നുള്ളൊരു നാറേറ്റീവ് ഉണ്ട്. അതിൽ വേണിച്ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇതിലൊരു കാര്യം എന്താണെന്ന് അറിയാമോ, ഇത് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ക്രിമിനൽ ഇതേപോലത്തെ പല പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകമായിക്കോട്ടെ അല്ലെങ്കിൽ പ്രമാദമായി ഇതേപോലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഒരു പ്രതിനെ പിടിച്ച് ശിക്ഷിച്ച് ചിലപ്പോൾ ജീവപര്യന്തമായിരിക്കും വേറെ കഴിയുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരുടെ മുന്നിലോട്ട് പല ന്യൂസുകളും വരാറുണ്ട്. ഇത് ഇവനല്ല പ്രതി, വേറെ ആയിരുന്നു, ഇവനൊരു ഡമ്മിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ. ഞാൻ ആ കേസ് ഒന്നും എടുത്ത് പറയണം, എല്ലാവർക്കും അറിയാവുന്നത്. പലപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് അപ്പോൾ നമ്മളൊരുത്തനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ആവേശമാണ്, ഇവനെ അത് ചെയ്യണത് ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരായ നമ്മളിരുന്ന് പറയണത് ചിലപ്പോൾ ഫാമിലിയിലായിരിക്കും ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നമ്മളിപ്പോഴും സംസാരിക്കണതാണ് അങ്ങനെ ആവേശം മൂത്ത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് ഇവനല്ല പ്രതി, വേറെയാണ്, ഇത് ഇവനെ ഡമ്മിയിൽ ഇറക്കിയാക്കണേന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവും. എത്രയോ നമ്മൾ കേട്ടാക്കണേണ്. പക്ഷേ ഈ കേസിൽ അങ്ങനെ ഒരു ഡൗട്ടും ഇല്ല. ഇത് അവിടെ ഇത് ചെയ്താക്കണ ആള് ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും സംശയമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് എല്ലാവിധ എവിഡൻസോട് പിടിച്ച 6 പേര് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന കൊട്ടേഷൻ കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ കൊട്ടേഷൻ മേടിക്കുകയോ വേറെ എന്തെങ്കിലും മോട്ടിവേഷനോ ഇതെല്ലാം അറിയാവുന്ന അതിലൊരു വ്യക്തിയാണുള്ളത്. ബാക്കി പേര് 5 പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ സഹായിച്ച ആൾക്കാർ, വണ്ടി ഓടിച്ചവർ, ഇങ്ങനെയാണ്. അത് വളരെ വ്യക്തമാണ്. ചിലപ്പോൾ വീഡിയോ എടുത്താക്കണൊക്കെ ആയിരിക്കാം. അതിൻ്റെ അപ്പുറത്തോട്ട് പോയതായിട്ട് നമ്മൾ ന്യൂസ് ഓരോരുത്തരും കണ്ടിട്ടില്ല. അപ്പോൾ ഇതിന് ഇപ്പം എന്താണ് അറിയേണ്ടത്? 8ാം പ്രതി കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ, എന്താണ് ഇതിൻ്റെ മോട്ടിവേഷൻ? ഇത് 100% അറിയാവുന്ന ഒരാളാരാണ്? ഒന്നാം പ്രതിയാണ്. നമ്മൾ ജീവിക്കണം എന്ന് പറഞ്ഞാൽ 17ാം നൂറ്റാണ്ടിലെ 16ാം നൂറ്റാണ്ട്, നമ്മൾ 21ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ എത്രയോ അധികം പല കേസുകൾ തെളിയിച്ചാക്കണതിൻ്റെ എക്സ്പീരിയൻസും പിന്നെ ഈ കാലഘട്ടത്തിലുള്ള ഡിജിറ്റൽ പല സാങ്കേതിക വിദ്യകൾ ഏതൊരു കേസ് തെളിയിക്കാനുള്ള എത്രയോ അതായത് ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥമായ കാര്യം നമുക്ക് അളവല്ല പറയണമെന്ന് അറിയിക്കാനായിട്ട് ഇത് ചെയ്യാനായിട്ട് എത്രയോ കാര്യങ്ങളുണ്ട്, പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ഇത്ര സാങ്കേതിക വിദ്യകളുള്ള എല്ലാം ഉള്ള സമയത്ത് ലോകം മുഴുവൻ ഓടി നടന്നു കഴിഞ്ഞിട്ട് ഈ പറയുന്ന തെളിവുകൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിനെ ചിലപ്പോൾ ഒരു പോലീസ് മുറയിൽ ചോദിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് കറക്റ്റ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാളെ ഈ പറയുന്ന യൂട്യൂബിൽ അല്ലെങ്കിൽ പബ്ലിക്കിലോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവനൊരു XYZ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി കഴിഞ്ഞിട്ട് ഡിജിറ്റൽ തെളിവുകൾ ഇതെന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അത് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് അവനെ കറക്റ്റ് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ, അവനെ പിടിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പബ്ലിക്കിലോട്ട് വന്നാൽ മതി, ഇവനാണ് ആള്, ഇതാണ് ഇത് സംഭവിച്ചാക്കണം, ഇന്ന തെളിവുകളുണ്ടെന്ന് പറയാം. അതല്ലേ കറക്റ്റായിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? അപ്പോൾ അത് ചെയ്യണില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ വേറെ പല അജണ്ടകളും പല കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു സാമാന്യ ബുദ്ധി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയണതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്, അതായത് അവനൊരാളുടെ പേര് പറഞ്ഞു, അത് അവർ തീരുമാനിക്കുകയാണ് ഇത് അവൻ തന്നെയാണ്, അതിൻ്റെ ഫിക്സ് ചെയ്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിലോട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള തെളിവുകൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രോസസ്സും അത് കണ്ടുപിടിക്കുക എന്നുള്ള പ്രോസസ്സാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഇത്ര ഒരു കോടതിയുടെ മുന്നിലോട്ട് ഇങ്ങനത്തെ കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കോടതി എത്രയോ തലനാരിഴ കയറി നോക്കിയിട്ടാണ് ഇതിൻ്റെ വരെ ഈ പറയുന്ന സത്യാവസ്ഥകൾ നോക്കിയാക്കണത്.
അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വേറെ രീതിയിലായിരിക്കും ഇതിൻ്റെ കോടതി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ നടിയുടെ കയ്യിലെ വിവാഹമോതിരം ഷൂട്ട് ചെയ്യണം, അത് കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു. 2017 ഫെബ്രുവരി 17 ഈ ആരോപിക്കപ്പെട്ട സംഭവം നടക്കുന്നത്. വിവാഹമോതിരം ഇട്ടത് മാർച്ചിലാണ്. കോടതി പറഞ്ഞിട്ടുണ്ട് ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയത് ഉണ്ടായതുണ്ട്. ഇപ്പം അതിനിടയ്ക്ക് ഒരാൾ വന്ന് പുള്ളി മരണപ്പെട്ടു പോയി. അപ്പോൾ പുള്ളിയുടെ ഇതൊക്കെ ഒരു സിനിമ ഡയറക്ടറാണ്. ഡയറക്ടർമാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കറിയാം. അതായത് ശരിക്കും സംഭവിച്ച രീതിയിൽ സംസാരിക്കാനായിട്ട് കഴിവ്, പ്രത്യേകിച്ച് ഒരു ഡയറക്ടറാണെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ആണെങ്കിൽ അവന് അതിനുള്ളൊരു കഴിവുണ്ടാവും. നമ്മുടെ അടുത്ത് ഒരു കഥ വന്ന് പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ സംശയം ഇവൻ ഇതിൽ ഇൻവോൾവ് അവനെ അനുഭവിച്ചാക്കണ ഒരു കാര്യമാണെന്ന് തോന്നും. ആ രീതിയിലൊക്കെ സംസാരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ സാധാരണക്കാർക്ക് ഒരു സംശയമായിട്ട് തോന്നും. ഞാൻ പറയണ പുള്ളി പറഞ്ഞത് പുള്ളി പോയിരുന്നില്ല എന്നൊന്നും അറിയില്ല. പക്ഷെ അങ്ങനത്തെ ഇതിൽ ഒരു ഫാബ്രിക്കേഷൻ നടന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ അതിനുശേഷം ഈ കോടതി ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര വികാര പ്രകടനങ്ങളും പല കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് കണ്ടിട്ടുണ്ട്. അത് സിനിമയിൽ തന്നെയുള്ള ചിലരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വികാര ഇതൊക്കെ ആയിട്ട് പറയണം. അതൊക്കെ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ 6 പേർക്ക് ഈ പറയുന്ന 20 വർഷം കഠിന തടവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഇതൊന്നുമല്ല. അതിലിപ്പോൾ ഒന്നാം പ്രതിനെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവപര്യന്തമാണ് ഇത് ചെയ്തത്. പക്ഷെ ഞാൻ മനസ്സിലാക്കാന്ന് പറഞ്ഞ് പല ഇതിലും ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ 14 വർഷങ്ങൾ ഇപ്പം തന്നെ അറിയാം. ഈ കാരണവൽ കൊലക്കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ 14 വർഷം കഴിയുമ്പോൾ ആളിറങ്ങി പോകും. ഇത് 20 വർഷം എന്തായാലും ഗ്യാരണ്ടി ആണ്. ഇപ്പം ഈ റിമാൻഡ് കാലത്ത് എന്തായാലും അവൻ 20 വർഷം ജയിലിൽ കിടക്കണ്ടല്ലോ. നമ്മളിപ്പോൾ 7 വർഷം കിടന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഈ പറഞ്ഞ ഒന്നാം പ്രതി തന്നെയാണല്ലോ, അല്ലാതെ അവൻ്റെ വേറെ ആരെങ്കിലും വന്നിട്ടല്ലേ കിടന്നാക്കുന്നത്. അവൻ അനുഭവിക്കേണ്ടെന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെയാണ് നിയമം തന്നെ. അപ്പോൾ അത് ശരിക്കും ഇതല്ല മരണം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ കുറേ കൂടി ഹാപ്പി ആയിരിക്കും. അതായിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു നിഷ്കളങ്കായ ഒരു പെൺകുട്ടിനെ കൊണ്ടുവന്ന് ഇതേപോലത്തെ ക്രൂരകൃത്യം ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം കിട്ടണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അവരെയൊക്കെ വെറുതെ വിട്ടാലും ദിലീപിനെ ശിക്ഷിച്ചാൽ മതിയായിരുന്നു. അല്ല, അതിലൊരു കാര്യം ഇതാണ്. ഇപ്പം ഇതിൽ എല്ലാവരും നോക്കിയിരുന്ന് പറഞ്ഞ ഒറ്റ ആളാണ്. ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒന്നാം പ്രതി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ 8ാം പ്രതി കിടക്കുള്ള ആരാണെന്ന്, അവൻ്റെ പേരെന്താണെന്ന്, അവൻ്റെ ഇൻവോൾവ്മെന്റ് എന്താണ്, അവൻ എന്താണ് ചെയ്താക്കണമെന്നും ആർക്കും അറിയില്ല. അപ്പോൾ അതിപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കണേണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രശസ്തനായ ഒരാൾ പിന്നെ അയാൾ ഒന്നുമില്ലാത്തടത്ത് ഉയർന്ന് ഇത്ര ഒരു നിലയിലെത്തി. അപ്പോൾ എത്തിക്കഴിഞ്ഞ സമയത്ത് പുള്ളിയുടേതായ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ ചില ആൾക്കാരുകൾ ചിലപ്പോൾ തഴയപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു സിനിമ ഏതെങ്കിലും രീതിയിൽ കൺഫേം ആക്കി അതിന് ശേഷം പുള്ളി പറ്റൂല, ഡേറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇതാണ് സംഭവിക്കുന്നത്. ഒരു പേഴ്സണൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ദേഷ്യങ്ങൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വന്ന സമയത്ത് അത് മീഡിയയിലോട്ടും ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് അതിനെ മാക്സിമം അവനെ താറടിച്ച് കാണിക്കാമെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നിയാക്കണ ഒരു കാര്യമാണ്. ഇപ്പോൾ ദിലീപ് ഇപ്പോൾ ഏതെങ്കിലും എൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചെന്ന് വിചാരിക്കും. ഞാൻ ആ ഒരു പ്രോസസ്സിൽ ഏതെങ്കിലും എനിക്ക് ദിലീപിനോട് ഒരു ശത്രുത തോന്നിയെന്നും വിചാരിക്കും. ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് ഡബ്ബിങ്ങിന് വന്നില്ല, അല്ലെങ്കിൽ ഡബ്ബിങ്ങിന് മുന്നേ ഫുള്ള് പൈസ വേണമെന്നൊക്കെ പറയുമ്പോൾ ഈ ശത്രുത ചെറിയ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ആ സിനിമ റിലീസായി അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഞാൻ വിചാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ദിലീപ് ഡബ്ബിങ്ങിന് വിളിച്ചിട്ട് വന്നില്ല. അപ്പം ഞാൻ പറയണത് ശരിയാണ്, അവൻ എന്തായാലും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എല്ലാവരും അങ്ങനെ ചിന്തിച്ചോളണമെന്നില്ല. അപ്പോൾ ഈ പറയണ ആവേശഭരിതരായിട്ട് ടി വിയിൽ വന്നു കഴിഞ്ഞിട്ട് ഇവനെ ചീത്ത പറയണതും ഓക്കെ, നമ്മൾ ഒരു ജഡ്ജ്മെന്റിന് മുന്നേ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇവിടെ ഇത്ര ഫെയർ ആയിട്ട് ഇത്ര അധികം ഈ പറയുന്ന സാക്ഷികളെ വിസ്തരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത്ര ഭംഗിയുള്ള ഒരു ജഡ്ജ്മെന്റ്, ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം നമുക്ക് അറിയാലോ, ഹൈക്കോർട്ടിലൊക്കെ വലിയ വലിയ ജഡ്ജ് സീനിയർ അഡ്വക്കേറ്റ്സ് ആയിട്ട് പരിചയമുള്ളപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അത്ര മനോഹരമായ ഒരു ജഡ്ജ്മെന്റാണ് വന്നാക്കണം. അത്രയധികം അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നാക്കണതാണ്. അത് വർഷങ്ങളോളം അത് ഇതിനെപ്പറ്റി ഈ പറയുന്ന ലോ സ്റ്റുഡൻസിനെല്ലാം പഠിക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളുണ്ടെന്നാണ് പറയണം. ഒന്ന് ആലോചിച്ചൊക്കെ ഈ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപിനോട് എന്തെങ്കിലും ഫേവറുള്ള ആൾക്കാരെ, ദിലീപിനോട് ഇഷ്ടമുള്ളവരൊന്നുമല്ല, സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ പറയണം. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ആളുടെ പേര് ഞാൻ പറയണില്ല, ഒരാൾക്ക് ഇപ്പോൾ അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ചില ചാനൽ ചർച്ചയിൽ പ്രത്യേകിച്ച് ശ്രീജിത്ത് പണിക്കർ ഒക്കെ പറയണ ഞാൻ കേട്ടിരുന്നു. ഇതിലൊരു കാര്യം എടുത്ത് പറയണമെന്ന് വളരെ മനോഹരമായിട്ട്, അതായത് ഇതിനെ പഠിച്ച് ഇത് പറഞ്ഞാക്കണ ഒരാൾ ചാനൽ ചർച്ചയിൽ ഇഷ്ടമായി ശ്രീജിത്ത് പണിക്കർ വളരെ ഇതിൽ പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ പുള്ളീനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പുള്ളി ഒരു ഇതിൽ ചോദിക്കുന്നുണ്ട്, ഇന്ന ആൾ ഇതേപോലെ തന്നെ ഇതുണ്ടായിരുന്നു, ഈ പറയുന്ന റേപ്പ് കേസിലുണ്ട്, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുക. പറയേണ്ടത് അത് ഈ പറയുന്ന കോർട്ട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ഈ പറയുന്ന അത് ഉഭയ സമ്മതപ്രകാരമാണ് കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദിലീപിൻ്റെ കേസിൽ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ കോടതി പോരാ, സുപ്രീം കോർട്ട് വേണമെന്ന് മറ്റേതിന് കോടതി മതി, ഇത് മറ്റേതിന് ഈ കോടതി മതി, എല്ലാം ഈ പറയുന്ന ജില്ലാ കോടതി. അപ്പൊ ഇതിലൊക്കെ എന്തെന്നാണ് ഒരു ഇത് പറയുന്നത്? നമ്മളപ്പോ ഒരു ദിലീപ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ തന്നെയല്ലേ. ഇപ്പം ഞാൻ ദിലീപായിട്ട് ഒരു സിനിമ ചെയ്യുകയോ ദിലീപായിട്ട് ഒന്നുമില്ല, നമ്മൾ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. പക്ഷെ എങ്കിൽ കൂടി നമ്മളൊരാൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ കാര്യം ഇപ്പം നമ്മളായിരുന്നെങ്കിൽ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇതിലൊരു ഇന്നസെൻ്റ് ആണെങ്കിൽ ഇത് എന്തോരം അനുഭവിച്ചിട്ടുണ്ട്. 8 വർഷം സിനിമയിൽ നിന്ന് പോയത്, ഇത്രയധികം നാണക്കേട്, ഈ പറയുന്ന ഇത്രയും ദിവസം ജയിലിൽ കിടന്നാക്കണത്, പിന്നെ എത്രയോ സിനിമകൾ പീക്ക് ടൈമിലായിരുന്നല്ലോ, പ്രായമല്ല പോയാക്കണം, ഇത് പോയാക്കണം, നഷ്ടപ്പെട്ടാക്കണം. പുള്ളിയുടെ ഫാമിലിയുടെ പ്രശ്നങ്ങൾ, നമ്മൾ മാനസികമായിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു, അത് നഷ്ടപ്പെട്ടാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആലോചിച്ചൊക്കെ. പുള്ളി ഇന്നസെൻ്റ് ആണെങ്കിൽ, ഇപ്പം ഇന്നസെൻ്റ് അല്ലെങ്കിൽ അതിപ്പോൾ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടതായിരുന്നു. അപ്പോൾ തെളിയിക്കപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ടും പുള്ളി തന്നെയാണ് ഇത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. ഇത് ഏറ്റവും കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ ഈ പറയുന്ന ചാനലുകളുടെ ഒരു ഈ പറയുന്ന ബാർക്ക് റേറ്റിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റ്, അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെയധികം ബാധിക്കേണ്ടതാണ് എനിക്ക് മനസ്സിലാവും. വലിയ പങ്ക്. അപ്പോൾ ഒരാൾ ഏറ്റെടുത്ത്, ഒരു ചാനൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഒരു നിഷ്പക്ഷത ഉണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് അതിൻ്റെ ഓണർ ചോദിക്കുന്നത് മറ്റവരുടെ ഇത്ര ബാർക്ക് റേറ്റ് കേൾപ്പോയി, നീ എന്താണ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഏറ്റെടുക്കാൻ പറ്റില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലുള്ള സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകെ പോകുന്നുണ്ട്, ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവിച്ചേക്കണം. അപ്പോൾ എന്തായാലും ദിലീപ് ഒരു ഇരയാണ് അല്ലേ? ഇരയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കണത്. ഇത് പറഞ്ഞിട്ട് ഈ പറയണ എല്ലാം കൂടി നമ്മൾ നോക്കണ്ടല്ലോ, നമ്മൾ ഒരു കാര്യത്തിൻ്റെ എല്ലാ വശങ്ങളും കൂടി പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദിലീപിന് ഏതോ ഈ നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കാർക്കും പല രീതിയിലുള്ള വൈരാഗ്യങ്ങൾ എല്ലാം ചേർന്ന കുറച്ച് ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞിട്ട് ചെയ്താക്കണേണ്. പിന്നെ നമ്മളൊരു മീഡിയയിൽ കൂടി ഒരാളെ പറ്റി ഏതെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളതിൽ ഉറച്ചു നിൽക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നാളെ പോയി കഴിഞ്ഞിട്ട് അങ്ങനെയല്ലെന്ന് പറയുമ്പോൾ ആൾക്കാർ തന്നെ വിചാരിക്കില്ല ഇവന് എന്താ പ്രശ്നമൊന്നും തോന്നുന്നില്ല. അപ്പോൾ പിന്നെ അതിനു വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ഉറച്ചുകൊണ്ടിരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് അധികം നാളൊന്നും നിൽക്കൊന്നുമില്ല അതിൽ. ഇപ്പോൾ സിനിമയായിട്ട് പോകും, ഈ പറയുന്ന കേസ് അതിൻ്റെ വഴിക്ക് പോകും. ഇപ്പോൾ ഈ പറയുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇത്ര ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അപ്പീലിന് പോയാൽ മതിയല്ലോ. അതെ, ചാനലിൽ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ വീണ്ടും വിശകലനം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതെ, അപ്പീൽ കൊടുക്കട്ടെ. അതിനുവേണ്ടിയാണല്ലോ ആ സിസ്റ്റം ഉള്ളത്. അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. അതെ, അത് ഞാൻ പറയണത് അപ്പീലിന് പോകണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലിയർ എല്ലാ സാധാരണ ജനങ്ങളുണ്ടല്ലോ, ഇതൊന്നും എന്താണെന്ന് അറിയാൻ പാടില്ല നിൽക്കുന്ന ജനങ്ങളുണ്ടല്ലോ. പക്ഷേ ജഡ്ജ്മെന്റ് കണ്ട ആളാണ്, വായിച്ച ആളാണ്. ഈ ജഡ്ജ്മെന്റിനെ ഒരു അപ്പീൽ കോടതിയിൽ പോയി ബ്രേക്ക് ചെയ്യുക അത്ര എളുപ്പമല്ല, അത്ര പെർഫെക്റ്റ് ആണ്. ഈ കോടതികൾ ഈ കാര്യം എന്താ പറയുക, പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയ എല്ലാം ഇത്ര അധികം ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്ര ചെറിയ എന്തെങ്കിലുമൊക്കെ കേസുകൾ ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ പൈസ ഇൻവോൾവ്മെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ പൊളിറ്റിക്കലായിരിക്കാം, അല്ലെങ്കിൽ ജാതി മതം ഇതൊക്കെ ഇൻഫ്ലുവൻസ് വരാം. പക്ഷെ ഇങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പോകുമ്പോൾ ഈ പറയുന്ന ജഡ്ജിൻ്റെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ മൊത്തം തകർന്നു പോകും. പറഞ്ഞ മനസ്സിലായി ആരാണ് അതിന് ഈ കാലഘട്ടത്തിൽ ഇഷ്ടപ്പെടുന്നത്. അതിപ്പോ നോർത്ത് ഇന്ത്യയിൽ ഡോക്യുമെന്റ് ആണല്ലോ, എല്ലാം ഡോക്യുമെന്റ് അല്ലേ. അതിൽ എന്തെന്നാണ് ചെയ്യേണ്ടത്? കോടതിയുടെ മുന്നിൽ എന്താണ് തെളിവാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫെയർ ആയിട്ട് പോകുള്ളതാണ് ഇത് ചെയ്യുന്നത്. അല്ല, ജഡ്ജിക്ക് ഒരു കരിയർ ഉണ്ട്. അത് ഈ വേണിച്ചേട്ടൻ പറഞ്ഞതുപോലെ അവർ നാളെ ചിലപ്പോൾ ഹൈക്കോർട്ടിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെടേണ്ട ആളാണ്. അവർ എഴുതി വെച്ചിരിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് വളരെ മോശമാണെങ്കിൽ അത് പരിശോധിക്കുന്ന എല്ലാവർക്കും മോശം. പിന്നെ ഇതിലെന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു സംശയത്തിന്റെ ആനുകൂല്യം കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് വിക്ടിമിനല്ലേ കിട്ടേണ്ടത്. അതെ, പറഞ്ഞു മനസ്സിലായില്ല. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഈ 85 ദിവസം ദിലീപിനെ ജയിലിൽ കെടുത്തി കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ പറഞ്ഞിട്ട് 89 ജഡ്ജ്മെന്റിൽ തന്നെ പറഞ്ഞിട്ട് എന്തടിസ്ഥാനത്തിലാണ് ജയിലിലിട്ടാക്കണമെന്ന്. ഇവിടെ ഒരു ജയിലിൽ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഞാനിത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇതിന് വേറെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഇങ്ങനത്തെ ഒരു ഓപ്പൺ ആയിട്ട് എനിക്ക് പറയാനായിട്ട് പല ഇതിന്റെ പറയാം. ഇത്രയും പോലും പറയുന്നതോടുകൂടി നാളെ വേണിച്ചേട്ടൻ അല്ല ഞാൻ അല്ല ആക്രമിക്കേണ്ടത് എനിക്കിപ്പോൾ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ നാളെ അങ്ങനത്തെ ഒന്നും ഉദ്ദേശിച്ചിട്ട് നമ്മുടെ ഒരു നിങ്ങൾ എൻ്റെ അടുത്ത് ഈ കാര്യം ചോദിച്ച് എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞു. എനിക്കല്ലാതെ ഇതിൽ ആരെങ്കിലും വെള്ളപൂശുവാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ചെയ്യാനോ നമ്മുടെ മുന്നിൽ കുറേ വസ്തുതയുണ്ട്. ഞാൻ ആ വസ്തുത വെച്ചിട്ടാണ് പറയുന്നത്. ഞാനിപ്പോഴും എൻ്റെ ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇതിനിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം പുറത്തു വരണം. അത് യഥാർത്ഥ ചിത്രം പുറത്തു വന്നെങ്കിൽ അത് ഈസി ആയിട്ട് പറയാൻ പറ്റിയ ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ട്. അതും ഇവരുടെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. അത് വേണ്ട വിധത്തിൽ എത്രയോ ടെക്നോളജി അവൈലബിൾ ആണ്. ഈസി ആയിട്ട് അവനെ കൊണ്ട് അത് പറയിപ്പിക്കും. ഒരാൾ പറഞ്ഞു കേട്ടു, ദിലീപ് നുണ പരിശോധനയ്ക്ക് തയ്യാറാണ്.
CBI വേണേൽ അന്വേഷിച്ചോട്ടെന്ന് പറയുന്നു. എന്നാൽ ഇതെല്ലാം പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന ആൾ തയ്യാറാണ്, അപ്പുറത്ത് നിൽക്കുന്നവർ തയ്യാറല്ല. അതെ, അല്ല ഇത് ഇങ്ങനത്തെ കുറേ ന്യൂസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നുണ പരിശോധന അല്ലെങ്കിൽ ബ്രെയിൻ മാപ്പിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന് കുറേ നൂലാമാലകളുണ്ട്, നമുക്കറിയില്ല. ദൃശ്യ സിനിമയിൽ തന്നെ മറ്റേ ഇവരുടെ ചോദിക്കേണ്ടത് നീ എന്ത് പോലീസാണ് നീ പഠിച്ചിട്ട് എന്താ ചെയ്യണേ പറയേണ്ടത്, നമുക്ക് നുണ പരിശോധന നടത്താമെന്ന് പറയുമ്പോൾ. അപ്പോൾ അതേപോലെ മറന്നുപോയി ആ ക്യാരക്ടറിൻ്റെ പേര്, ആശാശരത്തിൻ്റെ. അപ്പോൾ അതേപോലെയാണ് നമ്മൾ പറയണ പോലെ അങ്ങോട്ട് പോയിട്ട് നുണ പരിശോധന അല്ലെങ്കിൽ ബ്രെയിൻ മാപ്പിംഗ് അതിനൊരു പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഇപ്പം അതൊക്കെ കോർട്ടാണല്ലോ വിചാരിക്കുന്നത്, അവരുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്, അവർ അതിനുള്ള ഇത് നോക്കുക അല്ലെങ്കിൽ പോലീസ് നോക്കുക. അപ്പോൾ ഒരു സിൻസിയറായിട്ടുള്ള നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഇത് പറ്റിക്കഴിഞ്ഞാൽ പോലീസ്, കോടതി, വക്കീൽ, ഇവർ മൂന്നുപേര് നമുക്കിപ്പോൾ പോയിട്ട് വാദിക്കലൊന്നും നടക്കില്ല. ഏതായാലും 2 ദിവസം കഴിയുമ്പോൾ ദിലീപിൻ്റെ പുതിയ സിനിമ വരികയാണ്. ഇപ്പോൾ ടിക്കറ്റ് ഒന്നും ഒരിടത്തും കിട്ടാനില്ല. അതെ, അല്ല അത് ഇപ്പം തന്നെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്, ഇതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ആരൊക്കെ ഇതിൽ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവായിരിക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പോയി കഴിഞ്ഞിട്ട് സംഭവം നടക്കില്ല. ചെയ്യുമ്പോൾ ഇത്രയും 5 പേരുണ്ടെന്നുണ്ടെങ്കിൽ 5 പേർക്ക് എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് ഉണ്ടാവുമായിരിക്കും, പിന്നെ അതിൻ്റെ പുറത്ത് വരാൻ റിസ്ക്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവൻ ഈ പറയണ 1-ാം പ്രതി ഒറ്റക്കെടുത്ത് ചെയ്യാനായിട്ടുള്ള സാമ്പത്തികമൊന്നും അവനില്ല. അപ്പം അതിൻ്റെ പുറത്ത് എന്തുണ്ട്. പക്ഷെ അതിപ്പോൾ ഈ പറയണ ഗവൺമെൻറ്റും പോലീസൊക്കെ ആത്മാർത്ഥമായിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ കിട്ടുമായിരുന്നു. പ്രത്യേകിച്ച് കേരള പോലീസിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവർ വിചാരിക്കണം, അവർ വിചാരിച്ചില്ല എന്നാണ് നമ്മൾ ഈ ജഡ്ജ്മെൻറ്റ് പരിശോധിക്കുന്നത്. അതെ, എനിക്ക് തോന്നിയേക്കണത് അതാണ്. അതെ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം ചാനൽ തുറന്നിട്ട് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അമർത്തണം, ആ ബെല്ലൈക്കണം ഒന്ന് അമർത്തണം. എങ്കിൽ മാത്രമേ ഇന്ത്യ ലൈവിന് ഇത് തുടർന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കഴിയൂ. കാരണം നമ്മുടെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. ഓരോ ദിവസവും നമുക്ക് ഒരു 10 ലക്ഷത്തിന് മുകളിൽ റിയൽ ടൈം വ്യൂവർഷിപ്പ് നമുക്കുണ്ട്. പക്ഷേ സബ്സ്ക്രിപ്ഷൻ അത്രയും എത്തുന്നില്ല. കാരണം നിങ്ങളിത് കേട്ടിട്ട് കണ്ടിട്ട് നിങ്ങളങ്ങ് വിട്ടുപോകുകയാണ്. അതുകൊണ്ട് ഉറപ്പായും ചാനൽ തുറക്കുക, സബ്സ്ക്രൈബ് ബാർ നോക്കുക, അവിടെ ഒന്ന് വിരലമർത്തുക, പിന്നെ ഇടതുവശത്ത് കാണുന്ന ബെല്ലൈക്കണം ഒന്ന് അമർത്തിയേക്കുക.